ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് ഈസി ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു എഗ് ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഇതിനായി ഇപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ചൂടായി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പെരിഞ്ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതാക്കി അരിഞ്ഞ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചതച്ചിട്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ സവാള ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്തോട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഈ പച്ചമുളക് എൻ്റെ വീട്ടിലുണ്ടായതാണ്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഉമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതും 2 മുട്ട പുഴുങ്ങിയതുമാണ്. നമുക്കിത് ഉടച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ സവാളയിലേക്ക് നമ്മുടെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു തണ്ട് വേപ്പില ചെറുതാക്കി ഒന്ന് അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ സവാളൊക്കെ നന്നായി ഒന്ന് വാടി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ഇടുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പൊടികളിലൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും ഉരുളൻകിഴങ്ങൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി ഉടച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങും മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇതാ ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള ബാക്കി പരിപാടികൾ എന്താണെന്ന് നോക്കാം. ഇനി ഇതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനൊരു സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് മസാല എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം. ശേഷം വേറൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് ആയതിൻ്റെ പേരിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാവധാനം ചെയ്താൽ മതി, തിരക്കൊന്നും പിടിക്കണ്ട. ഇനി ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഓയിലും നെയ്യൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസ് ഓരോന്നായിട്ട് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു വശം റെഡിയായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അധിക സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ മറുവശത്തും ചെയ്ത് കൊടുക്കുക. മറിച്ചിടുമ്പോഴൊക്കെ നമ്മുടെ ബ്രെഡ് പൊട്ടാണ്ട് സൂക്ഷിക്കണം. നമുക്കിത് മുട്ടയൊന്നും ഇല്ലാണ്ട് വെറുതെ ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ടോസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ.